ഹായ്, ഗുഡ് ഈവനിങ്. ഇന്നൊരു ചുക്ക് കാപ്പി വ്ളോഗാണ്. പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ പനിയാണ്. ഡോക്ടറെ കാണിച്ചു, ടാബ് എടുത്തു, ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഒന്ന് ഉഷാറായി. അപ്പോൾ ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അതിന് വേണ്ട ഇലകളൊക്കെ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആ സമയത്തിൻ്റെ ഒരു കാക്ക അവിടെ വന്നിരിക്കുന്നു. ഞാൻ അതിനടുത്ത് കൊണ്ടുപോയി ക്യാമറ വെച്ച സമയത്തും ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. കാക്കകളൊക്കെ ഒന്ന് വെരി അപ്ഡേറ്റഡ് ആണ്. ഇത് കൃഷ്ണ തുളസിയാണ് കേട്ടോ. നമ്മളിവിടെ 1-2 തുളസി നട്ടിട്ടുണ്ടായിരുന്നു. കൃഷ്ണ തുളസി നട്ടിട്ടുണ്ട്, പിന്നെ സാധാ ഒരു തുളസി. പിന്നെ ഇതും നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ പുണ്ണ് വന്നാലും വെറുതെ കഴിക്കാനൊക്കെ കൊടുക്കാറുണ്ട്, ചെറിയ കുട്ടികൾക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും ചെറിയ ഉള്ളിയുമാണ്. ഞാനിത് രണ്ടും ആഡ് ചെയ്യാറുണ്ട്. ചെറിയ ഉള്ളിയും ആഡ് ചെയ്യാറുണ്ട്, ഇഞ്ചി, അതുപോലെ തന്നെ പിന്നെ കുരുമുളക് പൊടി. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യാറുള്ളത്. ഇതിലൊരു നുണ്ട് ശർക്കര, ഇതും എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച ശേഷം ഇപ്പോൾ ഞാൻ ഇഞ്ചി ആഡ് ചെയ്യാണ് കേട്ടോ. ഇഞ്ചി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ കാപ്പിപ്പൊടി ഇടണം. പിന്നെ നമ്മളൊരു 4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. ഒന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളത്തിലേറെ കുറച്ച് കുറയണം. ആ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ചുക്ക് കാപ്പി നമുക്ക് റെഡിയാവും. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാറുള്ളത്. എല്ലാവരും ഉണ്ടാക്കുന്നത് കോമൺ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കിളികളടുത്തൊക്കെ പോയി ഇരുന്ന് വെറുതെ എന്തായാലും ഒന്ന് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ, അവിടെ ഇരുന്ന് ചുക്ക് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കിളികൾ നല്ല കുശലം പറച്ചിലാണ്. 3 പേരാണുള്ളത്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ പക്ഷികളുടെ ഓരോ കാര്യങ്ങളും ഞാൻ നോക്കാറുണ്ട് കേട്ടോ. ഇവർ ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മളുടെ ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ഉണ്ടല്ലോ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത്രയും വീഡിയോയിൽ പറയാനുള്ളൂ.